കൺപീലി കാണുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, കൺപീലിക്ക് നല്ല നീളമുണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ കാണാൻ, ഏത് കൺമഷിയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കൺമഷിയാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ 2 കുട്ടികൾക്ക് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കൺമഷിയാണ്. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് കുറച്ച് കയ്യെണ്ണയും കുറച്ച് തുളസി ഇലയും പിന്നെ നമുക്ക് നല്ല വെറ്റിലക്കൊടി വേണം കേട്ടോ. അത് നാടൻ വെറ്റിലയുടെ ആണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ പനിക്കൂർക്കയോ ഒക്കെ ചേർക്കാം. പലരും പല രീതിയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ 3 കൂട്ടം സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അത് നന്നായി വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട്, അതായത് നമ്മളൊരു കഴുകി ഒരു പാത്രത്തിൽ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ മാറിക്കഴിയുമ്പോൾ നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം. കണ്ട അത്രയും എടുത്തതിൻ്റെ നീരൊരു തുള്ളി ഉണ്ടാകത്തുള്ളൂ. ആ തുള്ളി നീരിനകത്ത് നല്ല കോട്ടൺ തുണി കഴുകി ഉണക്കി വെച്ചിരിക്കുന്നത് മുക്കി പിഴിഞ്ഞെടുക്കണം. അത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തോർത്തി ഉണക്കിയെടുത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള നീര് വീണ്ടും അത് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും മുക്കിയെടുക്കണം. അങ്ങനെ ആ നീര് തീരുന്ന വരെ നമ്മൾ മുക്കി ഉണക്കി എടുക്കണം. പിന്നെ തണലത്തിട്ട് ഉണക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു വിളക്കിങ്ങനെ വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ട് നമ്മൾ ഈ തീ തീർത്ത് അത് കത്തിക്കണം. അത് കത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിന് പുക കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു നല്ലവണ്ണം മൂടിയിരിക്കുന്ന ഒരു പാത്രം വേണം അതിൻ്റെ പുറത്ത് വെക്കാനായിട്ട്. കണ്ട ഇങ്ങനെ മൂടിയിരിക്കുമ്പോൾ നല്ലവണ്ണം കരി നന്നായിട്ട് അതിൽ പിടിക്കും. പിന്നെ ആ കരി ചിരണ്ടി ഇതുപോലൊരു നല്ലൊരു പാത്രം കഴുകിയെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.